കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം ഈ മാസം 16-17 തീയതികളിൽ വീണ്ടും നടത്തും. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനിൽ, അറിയാവുന്നതാണ്, കുട്ടയടിയും ഏറെക്കുറെ കലാപ സമാനമായ ഭീകരാന്തരീക്ഷവും ഒക്കെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ തുടർന്നാണ്, അതിന് ശേഷം എത്ര തുടർ സംഘർഷങ്ങൾ പോലും ഉണ്ടായി, അതിനെ തുടർന്നാണ് കലോത്സവം നിർത്തിവെച്ചത്. ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? മാളയിലെ ഹോളി ഗ്രേസിൽ 16-17 തീയതികളിലായാണ് ഡി സോൺ കലോത്സവം പുനരാരംഭിക്കാൻ സർവകലാശാല യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാണ് പോലീസ് സംരക്ഷണം നൽകാൻ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്കാണ് ആ നിർദ്ദേശം. തൃശൂർ പോലീസ് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മതിയായ പോലീസ് സംരക്ഷണത്തോടെ ഉറപ്പുവരുത്തണം. നേരത്തെ മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ SFI KSU സംഘർഷവും ആ തമ്മിലടിയും അതിന്റെ ദൃശ്യങ്ങളും ഒന്നും നമുക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. തല തല്ലി പൊളിച്ച് ഒരു വിദ്യാർത്ഥി നേതാവിനെ താഴെയിടുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതാണ്. പിന്നീട് ആംബുലൻസിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്നു. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വിദ്യാർത്ഥി സംഘർഷം നടന്നതാണ് ഈ കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട്. അതിലാണ് ഇപ്പോൾ കൃത്യമായി പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്താനും ആ പരിപാടി പുനരാരംഭിക്കുവാനുമുള്ള അനുമതി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഡി സോൺ കലോത്സവം പോലീസിന്റെ സംരക്ഷണത്തിൽ നടത്തണമെന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്.